നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതികളെ ലക്ഷ്യമിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പെട്ടെന്നുള്ള റെയ്ഡും അതിനെ തുടർന്ന് തിരുവനന്തപുരത്തുണ്ടായ അക്രമാസക്തമായിട്ടുള്ള നാടകീയ രംഗങ്ങളും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. യാതൊരുവിധ മുൻകൂർ സൂചനകളും നൽകാതെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ പോലും പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് കേന്ദ്ര സുരക്ഷാ സേനയായിട്ടുള്ള CRPFന്റെ കനത്ത കാവലിലാണ് ED ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ തലസ്ഥാനത്ത് എത്തിയത്. ഈ നീക്കത്തെക്കുറിച്ച് സംസ്ഥാന പോലീസിനോ അതീവ രഹസ്യ സ്വഭാവമുള്ള മറ്റ് ഇന്റലിജൻസ് വിഭാഗങ്ങൾക്കോ യാതൊരുവിധ വിവരവും ലഭ്യമായിരുന്നില്ല എന്ന് നിലവിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ശേഖരിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ഏജൻസിയുടെ ഈ മിന്നൽ പരിശോധന കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിൻ്റെ തുടക്കം മാത്രമാണെന്നാണ് നിയമവൃത്തങ്ങളും നിരീക്ഷകരും വിലയിരുത്തുന്നത്. സംസ്ഥാന ഭരണകൂടത്തിൻ്റെ തുമ്പറിയാനുള്ള ശേഷിയെപ്പോലും അപ്രസക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ഏജൻസി നേരിട്ട് നടത്തിയ ഈ ഓപ്പറേഷൻ ഫെഡറൽ സംവിധാനങ്ങളെ സംബന്ധിച്ച പുതിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. പരിശോധനകൾ പൂർത്തിയാക്കി ഉച്ചകഴിഞ്ഞ് 2:30 മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്നും പുറത്തേക്ക് വരാൻ ശ്രമിച്ച ED ഉദ്യോഗസ്ഥരെ ഒരു സംഘം ആളുകൾ വളയുകയും അതീവ അക്രമാസക്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുകയുമായിരുന്നു. അന്വേഷണ സംഘം സഞ്ചരിച്ച 3 ഔദ്യോഗിക വാഹനങ്ങൾ തല്ലി തകർക്കുകയും ഉദ്യോഗസ്ഥരെ നേരിട്ട് ശാരീരികമായി മർദ്ദിക്കുകയും ചെയ്യുന്ന തലങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ അതിവേഗം വഷളായി മാറി. സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണവും ഉന്നതതല ഗൂഢാലോചനയും നടന്നിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പിന്നീട് വ്യക്തമാക്കി. ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയമായ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കുന്നതിനോ പ്രകടനങ്ങൾ നടത്തുന്നതിനോ ആർക്കും തടസ്സമില്ലെങ്കിലും നിയമപരമായിട്ട് അന്വേഷണത്തിനെത്തിയ ഉദ്യോഗസ്ഥരെ കായികമായിട്ട് നേരിടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. പൊതുമുതൽ നശിപ്പിക്കുകയും ക്രമസമാധാന നില തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത അക്രമികളിൽ ഒരാളെ പോലും വെറുതെ വിടില്ലെന്നും അവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഘർഷാവസ്ഥ നിലനിന്ന സമയമത്രയും സംഭവ സ്ഥലത്തുണ്ടായിരുന്ന കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് അതീവ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയും നിഷ്ക്രിയത്വവും ഉണ്ടായതായിട്ടും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കേന്ദ്ര ഏജൻസിയുടെ റെയ്ഡിനെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ പോലീസിന് അറിവില്ലായിരുന്നുവെന്ന വാദം ശരിയാണെങ്കിൽ പോലും മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തുവരികയും വൻതോതിൽ ആളുകൾ തടിച്ചുകൂടുകയും ചെയ്ത സാഹചര്യത്തിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ പോലീസ് പരാജയപ്പെട്ടു. ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള വഴിയൊരുക്കാതെയും വാഹനങ്ങൾ അക്രമികൾ തല്ലി തകർക്കുമ്പോൾ കാഴ്ചക്കാരായിട്ട് നിൽക്കുകയും ചെയ്ത പോലീസിന്റെ നിലപാട് ബോധപൂർവമാണെന്ന ആക്ഷേപം ശക്തമാണ്. ഭരണമാറ്റമുണ്ടായി ആഭ്യന്തരമന്ത്രി മാറിയെങ്കിലും പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും തന്ത്രപ്രധാന തസ്തികകളിൽ ഇരിക്കുന്നവരുമൊക്കെ തന്നെ ഇപ്പോഴും പഴയ രാഷ്ട്രീയ സ്വാധീന വലയത്തിൽ തന്നെയാണ് എന്നതിൻ്റെ തെളിവാണ് ഈ വീഴ്ചയെന്ന് രാഷ്ട്രീയ എതിരാളികളും ആരോപിക്കുന്നു. ദിവസവും 100 കണക്കിന് കേസുകൾ കൈകാര്യം ചെയ്യുന്ന മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ അടുത്തിടെ ഉണ്ടായ വിവാദപരമായിട്ടുള്ള സ്ഥലമാറ്റങ്ങളും പോലീസ് അസോസിയേഷൻ ഭാരവാഹികളുടെ ഇടപെടലുകളുമൊക്കെ തന്നെ ഈ സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നുണ്ട്. ആക്രമണ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥർ അക്രമികളെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം CPM പ്രാദേശിക നേതാക്കളോടും കൗൺസിലർമാരോടുമൊക്കെ തന്നെ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടതായിട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇത്തരം മൗനാനുവാദമാണ് അണികൾക്ക് പരസ്യമായി അഴിഞ്ഞാടാനുള്ള ധൈര്യം നൽകിയതെന്നും കേന്ദ്ര ഇന്റലിജൻസ് ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വലിയ സംഘർഷത്തിനിടയിലും കേന്ദ്ര സുരക്ഷാ സേനയായിട്ടുള്ള CRPF കാട്ടിയ അങ്ങേയറ്റത്തെ ആത്മസംയമനം മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. ആധുനിക ആയുധങ്ങളെ എന്തി നിൽക്കുന്ന കേന്ദ്ര സേനയ്ക്ക് നേരെയാണ് ആക്രമികളൊക്കെ തന്നെ തിരിഞ്ഞതെന്നും സ്വയം രക്ഷയ്ക്കായിട്ട് അവർ വെടിവെപ്പ് നടത്തിയിരുന്നെങ്കിൽ സംസ്ഥാനത്ത് മറ്റൊരു രക്തസാക്ഷിത്വം കൂടി ഉണ്ടാകുമായിരുന്നുവെന്നും നിരീക്ഷകർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. രാഷ്ട്രീയ ലാഭത്തിനായിട്ട് അണികളെ ബലിയാടാക്കാൻ CPM ആഗ്രഹിച്ച ഒരു കെണിയായിരുന്നു ഇതെന്നും എന്നാൽ കേന്ദ്ര സേന വിവേകത്തോടെ പ്രവർത്തിച്ചതിനാൽ തന്നെ ആ തന്ത്രം പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ സംസാരമുണ്ട്. ക്യാമറ ദൃശ്യങ്ങളിലൊക്കെ തന്നെ അക്രമം വ്യക്തമായി പതിഞ്ഞിട്ടും പ്രതികളെ കൈയോടെ പിടികൂടാൻ ശ്രമിക്കാതെ അവർ സുരക്ഷിതമായിട്ട് പാർട്ടി ഓഫീസുകളിൽ അഭയം പ്രാപിക്കുന്നതുവരെ പോലീസ് കാത്തുനിന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട്. പാർട്ടി ഓഫീസിന് മുന്നിലെത്തിയ പോലീസ് സംഘം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ നിലപാടിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കുകയാണ് ഉണ്ടായത്. മുൻപ് പിണറായി വിജയൻ ഭരണകാലത്ത് IPS ഉദ്യോഗസ്ഥയായിട്ടുള്ള ചൈത്ര തെരേസ ജോൺ നിയമം നടപ്പിലാക്കാൻ ആരുടെയും അനുമതി കാക്കാതെ പാർട്ടി ഓഫീസിൽ നേരിട്ട് കയറി പ്രതികളെ പിടികൂടിയ ചരിത്രം കേരളത്തിനുണ്ട്. എന്നാൽ ഇപ്പോൾ UDF നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം നിലവിലിരിക്കുമ്പോഴും പോലീസ് പഴയ രീതിയിൽ പാർട്ടി നൽകുന്ന പ്രതികളുടെ പട്ടികയും വാങ്ങി മടങ്ങുന്നത് അണികളിലും പൊതുജനങ്ങളിലും വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ഇത്തരം വിട്ടുവീഴ്ചകളൊക്കെ തന്നെ സംസ്ഥാന പോലീസിന്റെ വിശ്വാസ്യത പൂർണ്ണമായിട്ടും തകർക്കുന്നതാണെന്ന വിമർശനം ആഭ്യന്തര വകുപ്പിനുള്ളിൽ തന്നെ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. കേരളത്തിൽ നടന്ന ഈ അതിക്രമങ്ങളെ കേന്ദ്ര ഭരണകൂടവും ഇന്റലിജൻസ് ഏജൻസികളും അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾക്ക് പുറമെ അന്വേഷണത്തിൽ സംസ്ഥാന പോലീസ് അലസത കാട്ടുന്നുവെന്ന് കാട്ടിക്കൊണ്ട് ED നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്.
ഈ കേസിൻ്റെ അന്വേഷണം പൂർണ്ണമായും CBIക്ക് കൈമാറണമെന്ന ആവശ്യമായിരിക്കും ED കോടതിക്ക് മുന്നിൽ വെക്കുക എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. CBI ഈ കേസ് ഏറ്റെടുക്കുന്നതോടുകൂടി ചാനൽ ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയ വീഡിയോകളും ഒക്കെ തന്നെ വിശദമായി പരിശോധിച്ച് ഈ അക്രമത്തിൽ പങ്കെടുത്ത സകലരെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത്. നിലവിൽ കണ്ടാൽ അറിയാവുന്ന 300ഓളം പേർക്കെതിരെ ഇപ്പോൾ വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളതെങ്കിലും കേന്ദ്ര ഏജൻസികൾ കൂടി രംഗത്തിറങ്ങുന്നതോടെ കേസിൻ്റെ സ്വഭാവം പാടെ മാറും. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ട കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച പശ്ചാത്തലത്തിൽ പ്രതികൾക്കെതിരെ കടുത്ത ഭീകരവിരുദ്ധ നിയമമായിട്ടുള്ള UAPA ചുമത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ നിയമപ്രകാരം കേസെടുക്കപ്പെട്ടാൽ പ്രതികൾക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കില്ലെന്ന് മാത്രമല്ല, വർഷങ്ങളോളം വിചാരണ തടവുകാരായിട്ട് ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്യും. കൂടാതെ അക്രമത്തിൽ 3 ലക്ഷത്തിലധികം രൂപയുടെ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതിനാൽ തന്നെ പൊതുമുതൽ നശീകരണ നിരോധന നിയമപ്രകാരമുള്ള കടുത്ത പിഴയും ശിക്ഷയും പ്രതികൾ അനുഭവിക്കേണ്ടി വരും. മുൻപ് 2024 ജനുവരിയിൽ പശ്ചിമബംഗാളിലെ സന്ദേശ് ഗാലിയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവിൻ്റെ ഗുണ്ടാ സംഘം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചപ്പോൾ കേസ് കോടതി ഇടപെടലിലൂടെ CBI ഏറ്റെടുക്കുകയും ഒളിവിൽ പോയ മുഖ്യപ്രതിയെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തിരുന്നു. ബംഗാളിൽ സംഭവിച്ച അതേ കടുത്ത നിയമ നടപടികളുടെ തനി ആവർത്തനമായിരിക്കും വരും ദിവസങ്ങളിൽ കേരളത്തിലും ഉണ്ടാകാൻ പോകുന്നത് എന്ന് കേന്ദ്ര ഏജൻസികളുടെ ഈ നീക്കങ്ങളിൽ നിന്നും വ്യക്തമാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കമ്പനിയിൽ നിന്നും മാസപ്പടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളാണ് ഈ റെയ്ഡുകളിലേക്ക് നയിച്ചതെന്ന വസ്തുത പരസ്യമായ രഹസ്യമായി നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അധികാരത്തിലിരുന്ന 10 വർഷക്കാലം എല്ലാ കേസുകളിൽ നിന്നും അണികളെയും നേതാക്കളെയും സംരക്ഷിച്ചു നിർത്തിയ പഴയ ഭരണ സ്വാധീനം ഇനി ഉണ്ടാകില്ലെന്ന് CPI നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട്. മുൻപ് പോപ്പുലർ ഫ്രണ്ട് നിരോധന സമയത്ത് ഹർത്താൽ നടത്തി അക്രമം അഴിച്ചുവിട്ടവർക്കെതിരെ കേന്ദ്ര ഏജൻസികൾ സ്വീകരിച്ച കടുത്ത ജപ്തി നടപടികളും അറസ്റ്റുകളും കേരളം കണ്ടതാണ്. നേതാക്കളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുള്ള അജണ്ടകൾക്കും വേണ്ടി നിയമം കയ്യിലെടുത്ത് തെരുവിൽ ഇറങ്ങുന്ന സാധാരണക്കാരായിട്ടുള്ള പാർട്ടി അണികൾ ഒടുവിൽ ജയിലറകളിൽ സൂര്യവെളിച്ചം പോലും കാണാതെ കഴിയേണ്ടി വരുമെന്ന യാഥാർത്ഥ്യമാണ് ഈ സംഭവം ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തകർക്കാൻ ശ്രമിച്ച ഈ സംഭവത്തിൽ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ ഒരുപോലെ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുന്നതോടെ കേരള രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ കലുഷിതമാകുമെന്ന കാര്യം ഉറപ്പാണ്.